നികുതി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരവുമായി ടാക്സ് ഗുരു തുടരുകയാണ്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും അബ്ദുൾ ഖാദർ ലൈനിലുണ്ട്. ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. മൈസെൽഫ് അബ്ദുൽ ഖാദർ. സാറേ, ഞാൻ ചോദിക്കുന്നത് എന്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ്. അയാൾ NRI ആണ്. അയാൾക്ക് ഇന്ത്യയിൽ നിന്ന് ഇൻകൊന്നുമില്ല. ശരി. ഈ അടുത്ത വർഷം മുതൽ അയാള് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ശരി. അപ്പൊ അതിൽ നിന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഗെയിൻ എക്സ്പെക്ട് ചെയ്യുന്നു. ശരി. അപ്പൊ അതിന്റെ ടാക്സ് ലയബിലിറ്റി റെസിഡൻസിന്റെ പോലെ തന്നെ ആയിരിക്കുമോ, അതോ അവർക്ക് ഇതിൽ വ്യത്യാസമുണ്ടോ? സെയിം തന്നെയാണ്. അതിൻ്റെ അകത്ത് അതിന്റെ പ്രൊവിഷൻസ് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ലോങ് ടേം ആണെങ്കിൽ ഞാൻ അതിനോട്ട് പോകുന്നു. ലോങ് ടേം എങ്ങനെയാണ് ടാക്സ്? ലോങ് ടേം അറിയാം, ഷോർട്ട് ടേം അറിയാം, റെസിഡൻസിനുള്ളത് അറിയാം, അതിന്റെ റേറ്റ് ഓഫ് ടാക്സ് അറിയാം, അറിയാം, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിലുള്ള എക്സംഷൻ അറിയാം. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ടാക്സ് ലയബിലിറ്റി ഇവിടെ ഉണ്ടാകുന്ന ഗെയിൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ പോലെ തന്നെ ടാക്സ് ലയബിലിറ്റി ഉണ്ട്. പക്ഷെ അടുത്ത വർഷമാണ് അദ്ദേഹം ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ആ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസിൽ ഇപ്പോൾ ഒരല്പം അപ്പോൾ അതിൽ റേറ്റിൽ വ്യത്യാസം. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ അതിലോട്ട് ഞാൻ പോകുന്നില്ല, ആ പ്രൊസീജിയറിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും റെസിഡന്റ് ഇന്ത്യന് ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങളും അതേ ലയബിലിറ്റിയും ലഭിക്കും. ഇപ്പോൾ മറ്റൊരു ഓൺലൈനിൽ ലഭിച്ച ഒരു ചോദ്യമാണ്.